നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം. നമ്മളുടെ രാജ്യത്ത് ഇപ്പോൾ E20 പെട്രോൾ ഉൾപ്പെടെ വിജയകരമായിട്ട് നടപ്പിലാക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. വാഹനങ്ങളിലേക്ക് E20 അതായത് 20% എഥനോൾ കലർത്തിയ ഇന്ധനമായിരിക്കും ഇനി മുതൽ ലഭിച്ചു തുടങ്ങുകയും ഇത്തരത്തിലുള്ള ഇന്ധനം നമ്മളുടെ പരിസ്ഥിതിക്ക് ദോഷകരമല്ല എന്നും അതോടൊപ്പം തന്നെ നിലവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി അതിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടി തന്നെ ഇത് ഉപകരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. എന്നാൽ ഇത് മാത്രമല്ല, നമ്മളുടെ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ, അപ്പോൾ ഇത്തരത്തിലുള്ള LPGക്ക് പകരമായിട്ട് എഥനോൾ അടങ്ങിയ പുതിയ ഇന്ധനം ഉൾപ്പെടെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർണായക തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. അത് തയ്യാറാക്കുന്നതിൻ്റെ പണിപ്പുരയിലുമാണ് കേന്ദ്ര സർക്കാർ. വിവിധ മേഖലയുമായിട്ട് സഹകരിച്ചായിരിക്കും ഇത്തരത്തിൽ എഥനോൾ അടങ്ങിയ പുതിയ ഗ്യാസ് സ്റ്റൗകൾ വികസിപ്പിക്കുക. അതിന് പര്യാപ്തമാകുന്ന രീതിയിൽ എല്ലാ ക്രമീകരണങ്ങളും ഉൾപ്പെടെ, അതായത് ഗ്യാസ് സ്റ്റൗവ്, അത് അത്തരത്തിലുള്ള എഥനോൾ ഗ്യാസ് സിലിണ്ടറുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വികസിപ്പിച്ച് എടുക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കണം. അതിനുശേഷം മാത്രമായിരിക്കും ഇത് രാജ്യവ്യാപകമായിട്ട് അവതരിപ്പിക്കുകയും. നിലവിൽ നമുക്കറിയാം, യുദ്ധസമാന സാഹചര്യം വന്നപ്പോൾ ഗ്യാസ് സിലിണ്ടറിനുണ്ടായ ക്ഷാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. അതുമാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്താണ് ഇപ്പോൾ നമ്മൾ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി വരുന്ന സാഹചര്യങ്ങളിൽ ഇവയ്ക്കുണ്ടാകുന്ന വിലവർദ്ധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് എഥനോൾ അടങ്ങിയ പുതിയ ഇന്ധനങ്ങൾ വികസിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിട്ടുള്ളത്. എഥനോൾ നമ്മുടെ രാജ്യത്ത് കാർഷിക മേഖലയിൽ നിന്ന് ലഭിക്കുന്ന, അതായത് കരിമ്പ്, ചോളം, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഇത് മുതൽക്കൂട്ടാകുകയും ചെയ്യും. അവർക്ക് വിപണിയിൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് നല്ലൊരു വില ലഭിക്കാനും ഇത് ഇടയാക്കും. അപ്പോൾ ഈ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ആയിരിക്കും നമ്മളുടെ രാജ്യത്ത് അടുത്ത ഇന്ധനമായിട്ട് മാറ്റപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് മിശ്രിതങ്ങൾ കൂടി ചേർത്ത്, അതുമാത്രമല്ല ഇത് പ്രത്യേകം സജ്ജീകരിക്കുന്നതിന് വേണ്ടിയുള്ള സിലിണ്ടറുകൾ, ഇതിന് പര്യാപ്തമാകുന്ന രീതിയിലുള്ള ഗ്യാസ് സ്റ്റൗകൾ, അപ്പോൾ ഈ രീതിയിലെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. അതോടെ തന്നെ LPG സിലിണ്ടറുകൾക്ക് പകരം ഇനി എന്ത് എന്നൊരു കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഒരു ബോധമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വളരെ വൈകാതെ നമ്മളുടെ രാജ്യത്ത് നടപ്പിലാക്കുകയും. ഇത് ഒറ്റയടിക്ക് തന്നെ വീടുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാര്യമല്ല. പടിപടിയായിട്ട് ആദ്യഘട്ടത്തിൽ ഇത് റെസ്റ്റോറൻറ്റുകൾ, അതോടെ തന്നെ ഹോട്ടൽ ശൃംഖലകൾ, വാണിജ്യ അടുക്കളകൾ, ഈ മേഖലകളിൽ നടപ്പിലാക്കി വിജയകരമാണ് എങ്കിൽ പടിപടിയായിട്ട് നമ്മളുടെ ഗാർഹിക ആവശ്യങ്ങൾക്കും ഇത്തരത്തിലുള്ള ഇന്ധനങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യമുണ്ടാകും. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഉടൻ ഉണ്ടാകുന്ന മാറ്റങ്ങളല്ല, ഇത്തരത്തിൽ വിവിധ കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പരീക്ഷണശാലകളിൽ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് പര്യാപ്തമാകുന്ന രീതിയിൽ സിലിണ്ടറുകൾ, അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. അതിനെല്ലാം ശേഷമായിരിക്കും ഇതിനെ തുടർ നടപടികൾ. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.